ഈശോയിൽ സ്നേഹമുള്ള ജോസപ്പച്ച, പ്രിയ ബ്രദർ ജോയൽ, പ്രിയ സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവാനുഗ്രഹം ആശംസിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ എന്ന പേര് ഇടുന്നതിനെക്കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. എന്തൊരു നിർബന്ധമാണ് ആ പേരിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യമാണ്. അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബന്ധുക്കൾ സക്രിയ എന്ന പേര് തന്നെ കൊടുക്കാനായിട്ട്, അല്ല അപ്പൻ്റെ പേര് തന്നെ ഇടുക, അതാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്കറിയില്ലല്ലോ, ഈ ദൈവഹിതം വെളിപ്പെടുത്തിയ കാര്യമൊന്നും അവർക്കറിയില്ല. അപ്പം അതുകൊണ്ട് എലിസബത്ത് പറയുന്നുണ്ട് അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. ഇനി സംസാരിക്കാൻ കഴിവ് നഷ്ടപ്പെട്ട സക്കറിയ എഴുത്തുപലക വരുത്തി അതിൽ യോഹന്നാൻ എന്ന പേര് പറയുന്നു. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിശുദ്ധരുടെ പേരുകൾ അല്ലെങ്കിൽ ചില പേരുകൾ ഇടുന്നതിന് അത് ദൈവം തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്, അതിന് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം യാഹ്വേ ഹനാൻ. അത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ യോഹന്നാൻ യാഹ്വേ ഹനാൻ, കർത്താവ് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ അത് വിവരിക്കുന്നുണ്ട്. കർത്താവ് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നർത്ഥമുള്ള യോഹന്നാൻ എന്ന പേര്. ബൈബിളിൽ അബ്രാം എന്നുള്ള പേര് അബ്രഹാം എന്ന് മാറ്റിക്കൊടുത്തത് ദൈവമാണ്. അത് ഉൽപ്പത്തി 17-ാം അധ്യായം 5-ാം വാക്യമാണ്. അബ്രാം എന്നുള്ള പേര് അബ്രഹാം എന്ന് മാറ്റിക്കൊടുത്തത്. യാക്കോബ് എന്ന പേര് ഇസ്രായേൽ എന്ന് മാറ്റിക്കൊടുത്തത് ദൈവമാണ്. പുതിയ നിയമത്തിൽ ലേവി എന്ന പേര് മത്തായി എന്ന് മാറ്റിക്കൊടുത്തു. ശിമയോൻ എന്ന പേര് പത്രോസ് എന്ന് മാറ്റിക്കൊടുത്തു. സാവൂൾ പിന്നീട് പൗലോസായി മാറി. നമുക്കറിയാം 1 സാമുവേൽ 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഹന്ന ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് സാമുവേൽ ഉണ്ടായത്. 20-ാം വാക്യത്തിൽ പറയും, ഞാൻ അവന് കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനൊക്കെ വലിയ അർത്ഥമാണ്. ഇനി ഇമ്മാനുവൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ് അർത്ഥം. ഇനി മിശിഹ എന്ന വാക്ക്, ഈശോ മിശിഹ, അത് മിശിഹ എന്നത് ഹീബ്രു ഭാഷയിലും ക്രിസ്തു എന്നത് ഗ്രീക്ക് ഭാഷയിലും ഇതിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ് അർത്ഥം. അനോയിൻറ്റിങ് ചെയ്യപ്പെട്ടവൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അപ്പം മിശിഹ, ഈശോ മിശിഹ അത് തന്നെയാണ്. അത് ഹീബ്രു ആണെങ്കിൽ യേശു ക്രിസ്തു എന്നത് അതിൻ്റെ ഗ്രീക്ക് പ്രയോഗമാണ്. രണ്ടും ഒന്ന് തന്നെയാണ് അർത്ഥം. ഇനി അരമായ ഭാഷയിൽ യശുവ, അത് യേശുവാണ്. യശുവ അതിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്, യശുവ. ഇനി ഹീബ്രു ഭാഷയിൽ അത് യഹോശുവ അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്, ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ യേശു എന്ന പേരിടണം എന്ന് നിഷ്കർഷയുണ്ടായിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം മറിയത്തോട് പറയുകയാണ്, നീ അവന് യേശു എന്ന പേരിടണം. 1-ാം അധ്യായം 31-ാം വാക്യം. അത് ലൂക്ക 2:21 മറിയം അവന് യേശു എന്ന പേരിട്ടു. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ യൗസേപ്പ് പിതാവിനോട് പറയുന്നത് 1-ാം അധ്യായം 21-ാം വാക്യത്തിലാണ്, യേശു എന്ന പേരിടണം. 25-ാം വാക്യം എത്തുമ്പോൾ യേശു എന്ന പേരിട്ടു. അപ്പം അങ്ങനെയാണ്. ഇനി ഇന്നത്തെ യോഹന്നാൻ എന്ന പേര് ലൂക്ക 1:13 യോഹന്നാൻ എന്ന പേരിടണം എന്ന് പറഞ്ഞു. എലിസബത്ത് പറയുന്നത് ലൂക്ക 1:60 അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. എഴുത്തുപലക കൊണ്ടുവന്ന് എഴുതി കാണിച്ചു കൊടുക്കുന്നത് 63-ാമത്തെ വാക്യത്തിൽ, ലൂക്ക 1:63 യോഹന്നാൻ എന്ന ആണ് അവൻ്റെ പേര്. അപ്പോൾ ഇതിൽ ആ ബന്ധുക്കൾക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് സ്വീകരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നാം. ചില കാര്യങ്ങളിൽ ഒരു ദൈവഹിതം വരുമ്പോൾ നമുക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നാം. ഇപ്പോൾ ഈശോ പോലും ഗെത്സമൻ തോട്ടത്തിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നത് സ്വീകരിക്കാനൊരു ബുദ്ധിമുട്ട് തോന്നാം ചില കാര്യങ്ങൾ, പേരിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും. അപ്പോൾ അത് ആദ്യമൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അനുഗ്രഹമായി മാറും. ഈശോയ്ക്ക് അത് അനുഗ്രഹമായിട്ട് മാറി. ഈശോ എല്ലാം ഏറ്റെടുത്തത്. അതുപോലെ അബ്രഹാം ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുന്നത്, ആറ്റുനോറ്റ് കാത്തിരുന്നുണ്ടായ കുഞ്ഞ്, അതിന് ബലിയർപ്പിക്കാൻ പറയുമ്പോൾ അബ്രഹാത്തിന്
ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പുറമെ കാണിക്കുന്നില്ല. പക്ഷേ ഇസാക്കിനെ ബലിയർപ്പിക്കേണ്ടി വന്നില്ലല്ലോ, പകരം ഒരു ആടിനെയാണ് ബലിയർപ്പിച്ചത്. അതുകൊണ്ട് 22-ാം അധ്യായം ഉൽപ്പത്തി 22:14 വാക്യത്തിൽ ആ സ്ഥലത്തിന് യാഹ്വേ ഈരെ എന്ന് പേരിട്ട് എല്ലാം പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം. കർത്താവിൻ്റെ മലയിൽ ഇന്നും അവിടെ നിന്നെല്ലാം പ്രദാനം ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വചനം എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവഹിതം സ്വീകരിച്ചവർക്കെല്ലാം ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ഇന്നത്തെ ഈ വചനം ശ്രവിക്കുമ്പോഴും നമ്മളൊരു സ്വർഗീയ ദൂത് നമ്മൾ സ്വീകരിക്കുന്നല്ല. നമുക്ക് വിശുദ്ധരുടെ പേരുകളാണോ? ഇനി മാമോദീസയ്ക്കിട്ട പേര് അതെവിടെയോ മറഞ്ഞു കിടക്കുന്ന പേരല്ലേ, അതെന്തിനാ പിന്നെ ഇട്ടത്? മാമോദീസയ്ക്ക് ഇട്ട പേര് ഇപ്പോഴും ഉപയോഗിക്കുന്നവരൊന്ന് കരമുയർത്താവോ? പേര്, ആ പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്നവർ, മാമോദീസയ്ക്കിട്ട പേരിൽ ഇപ്പോഴും അതിലറിയപ്പെടുന്നവർ. യഥാർത്ഥത്തിൽ അതിലൂടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ദൈവത്തിന് നന്ദി, അതിലൂടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വളരാനുള്ള ഒരു വിളിയാണത്. മാമോദീസയിൽ നമുക്കൊരു പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ദത്തുപുത്രരായിട്ട് തിരഞ്ഞെടുത്തു. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ദത്തുപുത്രരായി തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, അതിലെ പേരിടുന്ന കാര്യത്തിൽ യേശുവെന്ന പേരിടണം, യേശുവെന്ന പേരിടണം. ഇതിൽ ഭയങ്കര സ്വർഗത്തിൻ്റെ ഒരു നിർദ്ദേശമാണ്. അപ്പോൾ നമുക്ക് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ ഓരോ വ്യക്തിയെയും ദൈവം പേര് ചൊല്ലി വിളിക്കുന്നു. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെ പേരുകൾ പവിത്രമായിരിക്കണം. ഒരു ക്രൈസ്തവ ചൈതന്യമുള്ള പേരുകൾ ഇടണമെന്ന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ 2156, 2158 എന്ന ഖണ്ഡികകളിൽ അത് പറയുന്നുണ്ട്. അതുപോലെ യുകാറ്റ് 202-ാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധരോളം നമുക്ക് നല്ല മാതൃകകൾ ഇല്ല, അവരെക്കാൾ മറ്റൊരു സഹായി നമുക്കില്ല. അതുകൊണ്ട് എൻ്റെ പേരൊരു വിശുദ്ധൻ്റെതാണെങ്കിൽ എനിക്ക് ദൈവസന്നിധിയിൽ ഒരു സുഹൃത്തുണ്ട് എന്നാണ് അർത്ഥം. എൻ്റെ പേരൊരു വിശുദ്ധൻ്റെ പേരാണെങ്കിൽ, ഒരു ക്രിസ്തീയ ചൈതന്യമുള്ള പേരാണെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് സ്വർഗത്തിലൊരു സുഹൃത്തുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ പല 3 പേരൊക്കെ ഇടാറുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഈ മാമോദിസ പേര് മറച്ചു കളയുന്ന, അതിനൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം, അത് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഇന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം, ഇന്നത്തെ സുവിശേഷ വായന നമ്മുടെ ഉള്ളിലേക്ക് കയറട്ടെ. എത്ര പ്രാധാന്യമാണ് യോഹന്നാൻ എന്ന പേര് ഇടണം എന്നതിന് സ്വർഗം കൊടുക്കുന്ന നിർദ്ദേശം. നമുക്കതുകൊണ്ട് ഈ ഒരു ദൂത് സ്വീകരിക്കാം. ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള കാലയളവിൽ നമ്മളിപ്പോൾ ഈ തമിഴ് ഭാഷയിൽ ചിന്നപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് എന്നാണ് അർത്ഥം, മുത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് എന്നാണ് അർത്ഥം, അരുളപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ എന്നാണ് അർത്ഥം. നമുക്ക് പലർക്കും അറിയില്ല, നമുക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും ഈ പേരുകൾ, പക്ഷേ ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ള പേര്. അരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃപ എന്നൊരു അർത്ഥമുണ്ട്. ഈ ശുശ്രൂഷകൻ്റെ പേര് അരുൾ എന്നാണ്. അപ്പോൾ അരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യോഹന്നാൻ എന്നുള്ള അരുളപ്പൻ അങ്ങനെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ അരുൾ നിറന്തേ മരികെ വാഴുക, അത് കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുന്ന ആ കൃപ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, പേരിൻ്റെ അർത്ഥം കൃപ. നമ്മൾ ഒരു അർത്ഥമില്ലാത്ത പേരുകളിടുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാം. ദൈവത്തിൻ്റേതാകാൻ നമുക്ക് ഇഷ്ടമാണെങ്കിലും നമ്മളങ്ങ് മുഴുവനായിട്ടൊന്നും കൊടുക്കുന്നില്ലല്ലോ. ഒരു പേര് പോലും നമ്മൾ കൊടുക്കുന്നില്ല. എൻ്റെ പേര് ദൈവത്തിൻ്റെ പേരായിരിക്കട്ടെ, എൻ്റെ പേര് ക്രിസ്തീയ ചൈതന്യമുള്ള പേരായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ നമുക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്നിട്ട് ഞാൻ സമർപ്പിക്കുന്നു എല്ലാം തരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പേര് പോലും കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആറ്റുനോറ്റ് കാത്തിരുന്ന കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കർത്താവെ ഞാൻ ഇന്നതിട്ടേക്കാം, ഇന്ന പേരിട്ടേക്കാം, കർത്താവിന് ഇഷ്ടപ്പെട്ട് വളർത്തിയേക്കാം, പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ മറന്നുപോകും, ഒന്നും ഇടൂല. കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ മറന്നു. അതുകൊണ്ടാണ് ഇവർ മറന്നില്ല. ഇവർ വാർദ്ധക്യത്തിൽ അപമാനം നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലൂക്കായുടെ 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ സമൂഹത്തിൽ അവർക്ക് അപമാനമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളില്ല. അപ്പോൾ എലിസബത്തിനും സക്കറിയായ്ക്ക് കുഞ്ഞുങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോഴും അവരത് മറന്നില്ല. കർത്താവ് ഞങ്ങളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നർത്ഥമുള്ള യോഹന്നാൻ എന്ന പേരിട്ടു. കർത്താവ് ചൊരിയുന്ന കരുണ മറക്കാതിരിക്കാം. നമുക്ക് ഈ പരിശുദ്ധ ബലിയിലൂടെ കർത്താവിൻ്റെ കാരുണ്യം സ്വീകരിക്കാം, നല്ല തീരുമാനങ്ങൾ എടുക്കാം.
ക്രിസ്മസ് സമ്മാനം ചോദിക്കാം. ദൈവം ഈ 3 ദിവസം നമ്മളെ വളരെ ഉന്നതമായ വിധത്തിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.